ഹലോ ഗായ്സ്, ഇന്ന് അരങ്ങേറ്റത്തിൻ്റെ തലേ ദിവസമാണ്. രാവിലെ തന്നെ ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടോ. രാവിലെ തന്നെ എണീക്കുമ്പോൾ കറണ്ട് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ചാർജും തീർന്നു കേട്ടോ. അപ്പോൾ തളർന്നിരിക്കാൻ വയ്യല്ലോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ആ പരീക്ഷണത്തെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കറണ്ട് വന്നു കേട്ടോ. കറണ്ട് വന്ന് ഞങ്ങൾ പാക്കിങ്ങൊക്കെ തീർത്തു. എത്രയൊക്കെ പാക്കിങ് ചെയ്തു വെച്ചാലും അന്നേരം എന്തെങ്കിലുമൊക്കെ ഓടിക്കറച്ച് ചെയ്യാനുണ്ടാവും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ റെഡിയാക്കുക ടൈം എല്ലാം ഒന്നും അതിന് ഒടുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാവിലെയാണ് ഒക്കെ റെഡിയാക്കിയത്. ഏതായാലും വിചാരിച്ച പോലെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ഒതുക്കി വെച്ച് ഞാൻ ഏട്ടനുണ്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ടോ. 1:30-2 മണിയൊക്കെ ആകുമ്പോഴാണ് പോകാൻ വിചാരിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചു. നല്ല മോരുകറിയും ഉപ്പേരിയും ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചമ്മന്തി ഇല്ല, മുളക് വറുത്തതും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ട് രാത്രിക്കുള്ള ചോറ് ഞങ്ങൾ കൊണ്ടുപോവാണ് ചെയ്തത് കേട്ടോ. പിന്നെന്താ മേക്കപ്പൊക്കെ ചെയ്യുകയാണ്. ജസ്റ്റ് ചെറിയൊരു മേക്കപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ലിപ്സ്റ്റിക്കും ഒരു മോയ്സ്ചറൈസർ ക്രീമും അതുപോലെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ പൊട്ടിട്ടിട്ടില്ല. പൊട്ടിട്ട് എനിക്ക് കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കും. അതുകൊണ്ട് എപ്പോഴേലൊക്കെ ഞാൻ പൊട്ടി യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഏകദേശം ഫോൺ ക്യാമറയിൽ നോക്കിയിട്ട് കണ്ണെഴുതാൻ പഠിച്ചിട്ടോ. ഞാൻ സാധാരണ അങ്ങനെ എഴുതാറില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ കുറച്ച് ഞാനിങ്ങനെ ശീലിച്ച് വരുന്നു കേട്ടോ. ഏതായാലും ഒരു കണ്ണ് ഏകദേശം ഞാൻ എഴുതിയിട്ട് പിന്നെ മിറർ നോക്കിയിട്ട് തന്നെ എഴുതുകയാണ് കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്. കുറച്ച് ഒപ്പിച്ചു. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു ഇതിൽ കോപ്രായത്തിനും കാട്ടണം കേട്ടോ. അത് മസ്റ്റാണ്. എനിക്കിപ്പോൾ കിട്ടിയൊരു ശീലമായിട്ടത്. 2 ഡാൻസ് കളിക്കുന്ന പോലെ 2 സ്റ്റെപ്പ് ഇടണം, എന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ സ്ഥിരം പരിപാടിയാണ്. എനിക്ക് ഒരുങ്ങാൻ ചീർപ്പ് നോക്കുമ്പോൾ ചീർപ്പ് കാണത്തില്ല, എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. അപ്പോൾ അത് തിരഞ്ഞു പോയപ്പോഴാണ് തുണികൾ കുറച്ച് അവിടെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു തോരിടാനുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ജനൽമേൽ ഇടുകയാണ് കേട്ടോ. ജനൽമേൽ സാധാരണ ഇടാറില്ല. ഇപ്പോൾ ഏതായാലും റൂമിൽ കിടക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ജനൽമേൽ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ജനൽമേൽ അതൊക്കെ തോരിയിട്ടു. പിന്നെ ഞാൻ ചീർപ്പ് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ചീർപ്പ് തരാൻ പോയപ്പോൾ എനിക്ക് വേറെ പണി കിട്ടി, അത് ചെയ്തു. ഏതായാലും ചീർപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ചീർപ്പ് കണ്ടുപിടിച്ചു കേട്ടോ. എവിടെയോ അപ്പുറത്തെ റൂമിൽ എവിടെയോ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടെത്തി പിന്നെ ചെയ്യാൻ തുടങ്ങി. ഹെയർ സ്റ്റൈൽ എങ്ങനെ വേണം എന്നുള്ളൊരു പിടുത്തല്ല എനിക്കിങ്ങനെ. അങ്ങോട്ട് ഇടണോ ഇങ്ങോട്ട് ഇടണോ, ഏത് സൈഡിലേക്ക് ഹെയർ ഇടണം എന്നുള്ളൊരു ഡൗട്ടായിട്ടോ. ഇപ്പോൾ ഹെയർ ഷോർട്ട് ഹെയർ ആക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് അഴിച്ചങ്ങ് ഇട്ടാൽ മതിയെന്ന്, കെട്ടേണ്ടത് ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ക്രാബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ മതിയായിരുന്നു. ലോങ് ഹെയർ ആയപ്പോൾ ലോങ് ഹെയർ അല്ല, കുറച്ച് പഴയ മുടി ആയിരുന്ന ടൈമിൽ എനിക്ക് എങ്ങനെ മുടി കെട്ടണം, മുടഞ്ഞിടണം, അങ്ങനെ പല ഡൗട്ട്സ് ആയിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ജസ്റ്റ് അഴിച്ചിടാലും കുഴപ്പമില്ല. അർജൻറ്റായിട്ട് ഞങ്ങൾ പോകുമ്പോഴും അഴിച്ചിട്ടാലും സീനില്ല. അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ ഷോർട്ട് ഹെയർ ആക്കാൻ കാരണം കേട്ടോ. അതിനെക്കൊണ്ടൊരു കുഴപ്പം തോന്നിയിട്ടില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴവനെയാണ് പ്രശ്നം കേട്ടോ. വഴവെടുക്കുമ്പോൾ നടുവഴവ് എടുക്കണോ, സെൻറ്റർ പാർട്ടീഷൻ എടുക്കണോ, അതുപോലെ തന്നെ സൈഡ് പാർട്ടീഷൻ എടുക്കണോ, അങ്ങനെ ഡൗട്ടായിരുന്നു ഇപ്പം ഉള്ളത് കേട്ടോ. എന്തെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ, അത് സ്ഥിരമാണല്ലോ. അങ്ങനെ അപ്പോൾ ഷടപടേന്ന് മേക്കപ്പൊക്കെ തീർത്ത് ഞാൻ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് ഇടുന്നത്. അതായത് ഹസ്ബൻഡും കൊച്ചും ഒക്കെ ബ്ലാക്കാണ് കേട്ടോ. ഞങ്ങൾ 3 ഒരു കോഡ് പോലെ ബ്ലാക്ക് ഡ്രസ്സ് ഇടാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ പിന്നെ ഗ്രൂപ്പ് കോഡായിട്ട് മാറി, ഫാമിലി കോഡായിട്ട് മാറിയിട്ടോ. പുറത്തിറങ്ങിയപ്പോൾ മിക്കവരും ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടിരുന്നത്. 1-2 പേര് മാത്രമേ വേറെ കളേഴ്സ് ഉള്ളൂ. പിന്നെ അതാ ഈ ഒരു ഇയറിങ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. സ്വർണ്ണത്തിൻ്റെ കമ്മൽ മാറ്റിയിട്ട് ഈ ഒരു ഫാൻസി ഇയറിങ് ആണ് ഇടുന്നത്. ഓക്കെ, ഈ ഇയറിങ് ഇട്ട് കഴിഞ്ഞാൽ 2 ഡ്രസ്സിന് മാച്ച് ആവുമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഇയറിങ് ഇടുന്നത്. എൻ്റെ മിക്കപ്പോഴുള്ള അബദ്ധം എന്താണെന്നറിയോ, ഈ ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ പൊട്ട് കാര്യങ്ങളൊക്കെ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആദ്യം ഞാനങ്ങ് പാക്ക് ചെയ്യണ കൂട്ടത്തിൽ ആദ്യം അങ്ങ് എടുത്തു വയ്ക്കും കേട്ടോ. പിന്നെ എന്നിട്ട് പോകാൻ നേരത്തെ മേക്കപ്പ് ചെയ്യാനുള്ള ധാരണ ഉണ്ടാവില്ല, അത് ആദ്യം അങ്ങ് എടുത്തു വയ്ക്കും. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം എന്തായാലും ആ പൊട്ടത്തരം പറ്റണ്ട എഴുതിയിട്ട് ഞാൻ മേക്കപ്പൊക്കെ തീർത്ത് ഹസ്ബൻഡിൻ്റെ എല്ലാവരും കഴിഞ്ഞ് ഉറപ്പാക്കിയിട്ട് മാത്രം ലാസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടോ. അങ്ങനെ അതൊക്കെ തീർന്നു. ഞങ്ങൾ ഇറങ്ങി വണ്ടിയിൽ കയറിയിരുന്നു. എല്ലാവരും ജോളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാവലറിലാണ് കേട്ടോ പോകുന്നത്. ലഗേജൊക്കെ ഹസ്ബൻഡ് വണ്ടിയിൽ സ്കൂട്ടിയിൽ എടുത്തിട്ട് അങ്ങനെ വണ്ടിക്ക് കയറ്റി. പിന്നെന്താ, കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചലമ്പാക്കൽ തുടങ്ങി. അപ്പോൾ ഞാൻ ഉറുമാമ്പഴം അങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് തനിയെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ അവൾക്ക് തന്നെ തനിയെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും ഇതൊക്കെ കൊടുത്തു. ഞങ്ങൾ അവൾക്ക് ഫ്രൂട്ട്സാണ് കൈ കരുതിയിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ബേക്കറിയാണ് അവൾക്ക് കുറച്ചുകൂടി താല്പര്യം, ചിപ്സ് അങ്ങനത്തെ. അപ്പോൾ 1:30 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2:30-2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വണ്ടിയിൽ കയറിയിരുന്നപ്പോഴത്തേക്കിനും. പിന്നെന്താ, നല്ല മഴ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞങ്ങൾ യാത്ര ചെയ്തപ്പോഴാണ് മഴ ഉണ്ടായിരുന്നത്. ഇറങ്ങിയ ടൈമിലൊന്നും മഴയില്ല കേട്ടോ. മഴയിൽ അങ്ങനെ പെട്ടിട്ടില്ല. യാത്ര ചെയ്യുമ്പോഴുള്ളൊരു മഴ അത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ഗുരുവായൂർ വെച്ചിട്ടുള്ള അരങ്ങേറ്റത്തിനാണ്. ഞങ്ങൾ മൂത്തച്ഛൻ്റെ കൊച്ചിൻ്റെ മൂത്ത പുത്രിയുടെ അരങ്ങേറ്റമാണ് കാണണ്ടേ. ഇവളുടെ അരങ്ങേറ്റത്തിനാട്ടോ നമ്മൾ പോകുന്നത്. അരങ്ങേറ്റ പ്രോഗ്രാം വന്നിട്ട് 10-ാം തീയതിയാണ്. അപ്പോൾ 10-ാം തീയതി 9 മണിക്ക് ആയതുകൊണ്ട് തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൊണ്ടും തലേ ദിവസം പുറപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോണ പോക്കിൽ അവിടെ പട്ടാമ്പി കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒരു അമ്പലത്തിൽ ദേവീ ക്ഷേത്രത്തിൽ ചിലങ്ക് പൂജിക്കാൻ കൊടുത്തു കേട്ടോ. ചിലങ്ക് പൂജിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോണ പോക്കിൽ അവിടെ അമ്പലത്തിൽ പൂജിച്ചു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ചിലങ്കൊക്കെ പൂജിച്ച് കിട്ടി. ഞങ്ങൾ യാത്ര പിന്നെയും ആരംഭിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കുഴപ്പമില്ലല്ലോ. നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ മഴ പെയ്താലാണ് സീന്. അപ്പോൾ പിന്നെ റൂമിലെത്തി ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. ഈ ഡ്രസ്സാണ്, ഒരു ചുരിദാറാണ് ഇട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ചുരിദാർ. അമ്മ തയ്ച്ചാണ് കേട്ടോ ഈ ചുരിദാർ. അപ്പോൾ അങ്ങനെ എല്ലാവരും റെഡിയായി അമ്പലത്തിലേക്ക് തൊഴുകാൻ വേണ്ടി പോകാൻ കേട്ടോ. ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് തൊഴുകാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അമ്പലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷോളും കാര്യങ്ങളൊക്കെ തലയിലിട്ട്, കുട്ടികളെ തലയിലിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ക്യൂ ഒന്നും അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ദേവുവിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ശാലുമേനോനെ കാണാണ്ടായിട്ട് കേട്ടോ. ഞാൻ ഫോട്ടോ അവിടെ കടുക്കാം കേട്ടോ. ഫോട്ടോ എടുക്കുന്ന കൂട്ടത്തിൽ ശാലുമേനോനെ അവിടെ കാണാനുണ്ടായിരുന്നത്. കണ്ടില്ലേ, ഫോട്ടോ കണ്ടില്ലേ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അങ്ങനെ അവസരം ശാലുമേനോനെ കാണാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയത് കേട്ടോ. ഒരു വെടിക്ക് 2 പക്ഷി എന്ന രീതിക്ക് 2 ഫോട്ടോയും കിട്ടിയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബാക്കി അരങ്ങേറ്റ വിശേഷങ്ങൾ നാളത്തെ വ്ലോഗായിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ബൈ.